CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ചെയ്യുന്നത് ഒരു ഭാഗത്ത് ഇപ്പോൾ കേരളത്തിൽ തന്നെ പരിശോധിച്ച് നോക്കിയാൽ 87% സമ്പത്ത് ഒരു 10% കയ്യിൽ നിൽക്കുകയാണ്. 50% ജനങ്ങളുടെ കയ്യിൽ എത്ര ശതമാനമാണുള്ളത്? നേരത്തെ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചോ? അവിടെ നേരെ പത്താൻ പറഞ്ഞിട്ടുണ്ടാവും. എത്ര ശതമാനം? 3%. 50% ജനങ്ങൾക്ക് 3%വും 10% ജനങ്ങൾക്ക് 87% സമ്പത്ത് കേന്ദ്രീകരിക്കുമ്പോൾ ഉൽപ്പാദന വിതരണ ഘടനയിലാണല്ലോ മുതലാളിത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ്. എന്താ? ഉൽപ്പാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയാണ്. ഈ AI സംവിധാനം മുഴുവൻ ആരുടെ കയ്യിലാണ് വരിക? നമ്മുടെ നാട്ടിലെ കർഷകത്തൊഴിലാളിൻ്റെ കയ്യിലാണ്, കൃഷിക്കാരൻ്റെ കയ്യിലാണ്, ഇടത്തരക്കാരൻ്റെ കയ്യിലാണ്, ആരുടെ കയ്യിലാണ് വരിക? എല്ലാം വരുന്നത് ഈ ഉൽപ്പാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത മുഴുവൻ വരുന്നത് ഈ കുത്തക മുതലാളിമാരുടെ കയ്യിലായിരിക്കും. ആ കുത്തക മുതലാളിത്തത്തിൻ്റെ ഭാഗമായിട്ട് 60%-ലധികം തൊഴിലില്ലായ്മയും മനുഷ്യരുടെ ഈ വാങ്ങൽ കഴിവ് ശേഷി പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും ചെയ്താൽ പിന്നെ എന്തായിരിക്കും രാജ്യത്തിൻ്റെ സ്ഥിതി? സ്ഫോടനാത്മകമായിരിക്കും. അന്നേ പറഞ്ഞത് തന്നെയാണ്. അത് ഞാൻ സംശയം തള്ളതെന്ന്. ഇങ്ങനെയുള്ള ഒരു സംഘർഷാത്മക രൂപം വന്നതുകൊണ്ടാണ് മാർക്സ് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയിൽ അധ്വാനിക്കുന്ന വർഗം അതിശക്തിയായി ഈ ഭരണകൂട വ്യവസ്ഥയെ തന്നെ തട്ടി മാറ്റി പുതിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമെന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത്. നിങ്ങളെല്ലാവരും ഒന്നുകൂടി കേൾക്ക്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കാൻ നോക്കും. വ്യക്തി ഇത്രയും വ്യക്തമായില്ലേ? ഇനി ആർക്കാ വ്യക്തത ഇല്ലാത്തത്? വൈരുദ്ധ്യം കൂടും. വൈരുദ്ധ്യം അതിശക്തിയായിട്ട് കൂടും. അത് ഇന്നല്ലെങ്കിൽ നാളെ ചർച്ച ചെയ്യും. നിങ്ങൾക്കിപ്പം ചർച്ച ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അതിൻ്റെ ഒരു വ്യക്തത നിങ്ങൾക്ക് വരുന്നില്ല. ഞങ്ങൾക്ക് മാർസത്തിന് നല്ല 60% തൊഴിലില്ലായ്മ വരുമെന്നാണ് പറയുന്നത്. 5% തന്നെ തൊഴിലില്ലായ്മ വന്നാൽ ഗുരുതരമായ പ്രതിസന്ധിയാണ്. അത് 60%-ലെത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? വളരെ വളരെ ഗുരുതരമായിരിക്കും. ഉറപ്പല്ലേ? അതല്ലാണ്ട് വേറെ വഴി എന്താ ഉള്ളത്? നിങ്ങൾ പറ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? 60% ജനങ്ങൾക്ക് തൊഴിലില്ലാതാകുക, വാങ്ങൽ ശേഷി എന്ന് പറയുന്ന സാധനം ഇല്ലാതിരിക്കുക. കാരണം തൊഴിലില്ലാതിരിക്കുമ്പോൾ ഇവർ എവിടുന്ന വാങ്ങുക? ഉപജീവനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കാതിരിക്കുക. സംഘർഷമില്ലാതെ പിന്നെ എന്ത് ചെയ്യും? വർഗ സമരത്തിലൂടെ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയെ മാറ്റാതെ ലോകത്ത് ഒരു രാജ്യത്തും മുന്നോട്ടേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം വരുന്നതിനുള്ള ഒരു ഇടവഴിയാണ് AI ഉൾപ്പെടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനുപയോഗിക്കാം. അല്ല, ഞങ്ങൾ CPIM-ൻ്റെ സമ്മേളനങ്ങളുടെ എല്ലാം നഗരയുടെ പേര് സഖാവ് കോടിയേരിയുടെ പേരാണ്. കോടിയേരി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവന എന്ന് പറയുന്നത് അതുല്യമായ രീതിയിലുള്ള സംഭാവനയാണ്. അത്തരത്തിലുള്ള ഒരാളെ, മഹാത്മാഗാന്ധിയെ അധിക്ഷേപിക്കുന്ന RSSൻ്റെ BJP-യുടെ നിലപാടിനോട് ഒപ്പം നിന്ന് പോകുന്ന RSSകാരെ പറ്റി വേറെ എന്താ പറയാനുള്ളത്? അതിലൊന്നും യാതൊരു കാര്യമില്ല. കാരണം മഹാത്മാഗാന്ധിയല്ല സ്വാതന്ത്ര്യ സമര പോരാളി. ആരാ? സവർക്കറാണ് എന്ന് പറയുന്ന RSSകാരോടും BJP-ക്കാരോടും വേറെ എന്ത് പറയാനാ? അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും കേരളത്തിലെ ജനങ്ങളുടെയും ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് സഖാവ് കോടിയേരി. കോടിയേരിയെ അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതിലൊന്നും ഒരു BJP-യും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതിൻ്റെ അകത്ത് കൃത്യമായ കാര്യം ചരിത്രപരമായിട്ട് തന്നെ പരിശോധിച്ചാൽ പറയാൻ സാധിക്കുന്നതേ ഉള്ളൂ. അത് പറയുക എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല, തീരുമാനമായിട്ടില്ല. അത് സംബന്ധിച്ച് ആലോചിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അല്ല, ടോളുകളൊക്കെ എങ്ങനെയൊക്കെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ സംഭവം. കേന്ദ്ര ഗവൺമെൻറ് ഒരു തരത്തിലും കേരളത്തിന് അനുകൂലമായ ഒരു സമീപനവും സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ ടാക്സ് എല്ലാം GSTയുടെ ഭാഗമായിട്ട് അവർ പിരിച്ചു കൊണ്ടുപോവാണ്. നമുക്കൊന്നും പുതുതായിട്ടുണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ കിഫ്ബി കടം വാങ്ങി പദ്ധതി ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്കുന്നു വികസനത്തിന്. അതിൻ്റെ ഭാഗമായി എന്തൊക്കെയാണ് വേണ്ടി വരിക എന്നുള്ളത് അവരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതൊന്നും ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല. അതൊന്നും തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല. ഏതാ ബ്രൂവറിയിൽ നേരത്തെ തീരുമാനിച്ചാണല്ലോ. അത് LDF തമ്മിൽ ചർച്ച ചെയ്യാം. ആരുമായിട്ട് ചർച്ച ചെയ്യാം. അതാ ഞാൻ പറഞ്ഞത്. ആരുമായിട്ട് ചർച്ച ചെയ്യുന്നതിൽ യാതൊരു പ്രയാസമില്ല. പ്രാദേശികമായ എതിർപ്പൊന്നും ഒരു പ്രാദേശികമായ എതിർപ്പുമില്ല. അതായത് കർണാടകത്തിലുള്ള സ്പിരിറ്റ് ലോബിക്കാണ് വലിയ സംഘർഷാത്മകമായ പ്രതിഷേധം. പറഞ്ഞതിൻ്റെ മലയാളം മനസ്സിലായോ? മനസ്സിലായോ? കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെ അവർക്ക് ഇവിടെ മാർക്കറ്റ് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പണി മുഴുവൻ. അത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ജനങ്ങളോട് ഞങ്ങൾ കൃത്യമായിട്ട് പറയും. അവിടെ ജനങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന ഒരു തുള്ളി വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ബ്രൂവറി ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരാളുടെ യോജിപ്പോ വിയോജിപ്പോ അല്ല പ്രശ്നം. കോടതിയിലാണ് ആ പ്രശ്നമുള്ളത്.
അപ്പോൾ ഓരോ ഘട്ടത്തിലും ഇത് വേണോ അത് വേണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കോടതി പറയട്ടെ. അപ്പോൾ അത് ഈ വടകരയിൽ ഒരു വിമത നീക്കം നടക്കുന്നുണ്ട്. ഈ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് PK ദിവാകരനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു എതിർപ്പുറമൊക്കെ വരുന്നുണ്ട്. ഒരു എതിർപ്പുമില്ല, വെറുതെ പറയുന്നത് മാത്രമാണ്. ആ സമ്മേളനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യം നോക്കി ഒന്നും നടക്കാത്തതുകൊണ്ട് ഇപ്പോൾ അവസാനം പറയുന്നത് മാത്രമേ ഉള്ളൂ. ശരി. രാജേന്ദ്രൻ ഇപ്പോൾ പാർട്ടിക്ക് അഭിനന്ദനായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിനായിരുന്നു തീരുമാനം ഇപ്പോഴും പാർട്ടി സ്വീകരിക്കുക. അത് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കേണ്ടതൊന്നുമല്ലത്. അതൊക്കെ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. രാജേന്ദ്രനെ ഒഴിവാക്കാൻ ഞങ്ങളാരും തീരുമാനിച്ചിട്ടില്ല. രാജേന്ദ്രനെ പാർട്ടിയുടെ ഭാഗമായി നിർത്താൻ തന്നെയാണ് പാർട്ടി ഉദ്ദേശിച്ചത്. അതേന്ന് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തിയിരുന്ന കാര്യമില്ല. നിങ്ങൾക്ക് ഒന്നും കിട്ടാണ്ടിരിക്കും വേറെ ഇമാതിരിയുള്ളവർ ചോദിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് അതൊരു പ്രശ്നമുള്ള കാര്യമില്ല. രാജേന്ദ്രൻ എന്ന് പറയുന്ന പാർട്ടി കേഡറായിരുന്ന സഖാവിനെ പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. പോരെ? മുകേഷിൻ്റെ കാര്യത്തിൽ ഒരു നിലപാടുമില്ല. ഇപ്പം എന്താണോ നിലപാട് ആ നിലപാട് തന്നെയാണ്. ഇനി അവിടെ വേണ്ടത് എന്താ വെച്ചാൽ കോടതിയുടെ വിധി വരണം. വിധി വരട്ടെ, അപ്പോൾ നമുക്കറിയാം. അതൊക്കെ വെറുതെ പറഞ്ഞാണെന്ന്. അതും ഞങ്ങളുടെ മുമ്പിലില്ല. CPIM-ന്റെ മുമ്പിൽ ഒരു കാര്യമില്ല. ഇപ്പോൾ ഇത് ചാർജ് ഷീറ്റ് പിന്നെ കേസ് കൊടുത്താൽ പിന്നെ ചാർജ് ഷീറ്റ് കൊടുക്കും. ധാർമ്മികൻ്റെ പ്രശ്നം അനുസരിച്ച് MLA സ്ഥാനം രാജിവെച്ചാൽ ധാർമ്മികതയുടെ പ്രശ്നം അനുസരിച്ച് MLA സ്ഥാനം തിരിച്ചു കിട്ടുമല്ലോ. കിട്ടുമോ? അത് കിട്ടുമോ? അതെങ്കിൽ ഞാൻ ഉറപ്പാണ്. ധാർമ്മികത അടിസ്ഥാനപ്പെടുത്തി രാജിവെക്കാം. ധാർമ്മികത കോടതിയുടെ വിധി വരുമ്പോൾ ധാർമ്മികതയെല്ലാം പറഞ്ഞതല്ല സ്ഥിതി എന്ന് വന്നാൽ അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന MLA സ്ഥാനം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതന്നെയാണ് പറഞ്ഞത്. ശരി, ഇത്രയും കാര്യം കിട്ടില്ല. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഈ ടോളുകളുടെ കാര്യത്തിൽ ചർച്ചയിൽ വന്നിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾക്ക് ഞങ്ങൾ അന്തിമമായ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യം. കേന്ദ്ര സർക്കാർ വലിയ സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുത്തുന്ന ഘട്ടത്തിൽ പലതരം ആലോചനകൾ വേണ്ടിവരുമെന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് അതിനനുഗുണമായ തീരുമാനത്തിലേക്ക് LDF പോയതിൻ്റെ സൂചന അദ്ദേഹവും നൽകുന്നുണ്ട്. പക്ഷേ അന്തിമമായ തീരുമാനം എടുത്തിട്ടില്ല. നേരത്തെ TP രാമകൃഷ്ണൻ പറഞ്ഞത് മന്ത്രിസഭയാണ് അക്കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുക്കേണ്ടതാണ്. രാവിലെ ധനമന്ത്രി KN ബാലഗോപാൽ മീഡിയ വണ്ണ് നൽകിയ അഭിമുഖത്തിലും അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ അതിലേക്ക് പോവേണ്ടതുണ്ടതിൻ്റെ അനിവാര്യത LDF-നകത്തും ഒപ്പം സർക്കാരിനകത്തും ചർച്ച ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ സൂചന ഒരുപോലെ തരികയാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറും ധനമന്ത്രിയുമെല്ലാം. AI-യുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം നിലപാട് ആവർത്തിക്കുകയാണ്. AI-യുടെ കടന്നുവരവ് വലിയ തൊഴിൽ നഷ്ടമുണ്ടാക്കുമെന്നും 60% ആളുകൾക്ക് ആദ്യഘട്ടത്തിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാക്കും. വൻകിടക്കാരായിരിക്കും AI-യുടെ ആധിപത്യം കൈയാളുക എന്നുമുള്ള പാർട്ടി നിലപാട് അദ്ദേഹം പറയുകയാണ്. AI ഉണ്ടാക്കുന്ന തൊഴിൽ നഷ്ടത്തെക്കുറിച്ച് 24-ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കരട് രാഷ്ട്രീയ പ്രമേയത്തിലും പ്രത്യേകമായി പ്രതിപാദിക്കുന്നുണ്ട് എന്നതും കാണേണ്ടുന്ന കാര്യമാണ്. മുകേഷുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ ഒരു നിലപാടും CPIM സ്വീകരിക്കുന്നില്ല. ധാർമ്മികതയെ മുൻനിർത്തി രാജിവെച്ചാൽ പിന്നീട് ഒരു ഘട്ടത്തിൽ അദ്ദേഹം നിരപരാധിയാണ് തെളിഞ്ഞാൽ ധാർമ്മികതയെ മുൻനിർത്തിക്കൊണ്ട് MLA സ്ഥാനം തിരികെ കിട്ടുമോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ആ വിഷയത്തിൽ നിന്ന് തലയുരുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി ചെയ്യുന്നത്. എന്തായാലും വിവിധ വിഷയങ്ങൾക്കകത്തുള്ള പാർട്ടി നിലപാടും അദ്ദേഹം ഇന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കിഫ്ബി വഴിയുള്ള പദ്ധതികൾക്ക് ടോൾ ഏർപ്പെടുത്താൻ അല്ലെങ്കിൽ പിരിവേർപ്പെടുത്താനുള്ള പരിപാടി വേണ്ടിവരുമെന്ന സൂചന അദ്ദേഹം പങ്കുവയ്ക്കുക കൂടി ചെയ്യുന്നതാണ് നമ്മൾ ഇന്നിപ്പോൾ കാണുന്നത്.